ഇത് നിങ്ങളുടെ അത്ഭുതത്തിന്റെ സമയമാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ കർത്താവിന്റെ അത്ഭുതം നിങ്ങളുടെ മേൽ വരും. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം നാം വായിക്കുമ്പോൾ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിന്റെ കൂടെയായിരുന്നു, വചനം ദൈവമാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങളൊരു വചനം പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ചിട്ട് അങ്ങനെ പറഞ്ഞു നോക്കിക്കേ, എന്താ അവിടെ സംഭവിക്കുന്നത്? വചനം ആരാണ്? ദൈവമാണ്. ആ ദൈവം നിങ്ങളുടെ രോഗത്തിന്റെ മേൽ വെളിപ്പെടുകയാണ്. നിങ്ങൾ വചനം പറയുമ്പോൾ ആ ദൈവം ഈ രോഗത്തിന്റെ മേൽ, നിങ്ങളുടെ രോഗത്തിന്റെ മേൽ വെളിപ്പെടുകയാണ്. അവിടെ രോഗത്തെക്കാൾ ശക്തി ദൈവത്തിനായതുകൊണ്ട് എന്ത് സംഭവിക്കുന്നറിയാവോ? യേശു പറഞ്ഞതുപോലെ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന സകല വചനവും അവിടെ ജീവൻ വരും. മരണമല്ല, ജീവൻ വരും.